ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. ഇതിന് ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള കളേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കളറിങ്ങിന് വേണ്ടിയിട്ട് 3 കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തത് സാപ്പ് ഗ്രീൻ, രണ്ടാമത്തത് മെറ്റാലിക് സിൽവർ, മൂന്നാമത്തത് മെറ്റാലിക് ഗോൾഡ്. ഈ 3 കളേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ 3D കോൺ ഔട്ട്ലൈനേഴ്സാണ്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഷെയ്ഡ് പേൾ മെറ്റാലിക് ഗോൾഡ്. പിന്നെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ഗ്ലൂവിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റോൺസോ പേൾസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സ്റ്റോൺസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ ബ്രഷ് വേണം. ഞാൻ റൗണ്ട് ബ്രഷ് സൈസ് നമ്പർ 6 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മൾ ചെയ്യുന്നത്. അത് വൈറ്റ് കാർബൺ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ മെറ്റീരിയൽ ആകുമ്പോൾ വൈറ്റ് കളർ കാർബൺ യൂസ് ചെയ്യണം. വൈറ്റ് കളർ മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ കാർബണും യൂസ് ചെയ്യണം. അപ്പോൾ ഏത് ഭാഗത്താണോ ഡിസൈൻ വരേണ്ടത് ആ ഭാഗത്ത് കാർബൺ പേപ്പർ വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത പിക്ചർ വെച്ചിട്ട് 2 എൻഡിലും പിൻ ചെയ്യുക. പിൻ ചെയ്തതിന് ശേഷം ട്രേസ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ട്രേസ് ആയതിനു ശേഷം മാത്രം ആ ഒരു പിക്ചർ എടുത്തു മാറ്റുക. അപ്പോൾ നമ്മൾ ഫുള്ള് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കളർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഫ്ലവേഴ്സാണ് കളർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗോൾഡൻ മെറ്റാലിക് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുപ്പി തുറക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കണം. ഷേക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് 4 ഡ്രോപ്പ് കളർ എടുക്കുക. 4 ഡ്രോപ്പ് കളർ എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഡ്രോപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. അതിൽ കൂടുതൽ വെള്ളം ചേർക്കരുതേ, അത്ര മാത്രമേ ചേർക്കാവുള്ളൂ. 4 ഡ്രോപ്പിന് 1 ഡ്രോപ്പ് വെള്ളം. ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങുക. ഒന്നെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട്, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട്. ഇടയ്ക്കിട്ട് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈ തട്ടിയിട്ട് ചിലപ്പം പടരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. ആദ്യമേ ഞാൻ ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഉള്ളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും. ആദ്യമേ 2 സൈഡും വരയ്ക്കുക, എന്നിട്ട് ഉള്ളിലോട്ട് അങ്ങ് ഫില്ല് ചെയ്തെടുക്കുക. കണ്ടോ? ഇനി നിങ്ങൾക്ക് സെൻറ്ററിൽ വെക്കാൻ ബീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ കാണിച്ചല്ലോ കളേഴ്സിൻ്റെ അകത്ത് സിൽവർ കളർ, ആ സിൽവർ കളർ സെൻറ്ററിൽ ചെയ്ത് കൊടുത്താലും ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആക്കുക. ആദ്യമേ ഒന്ന് ഔട്ട്ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഉള്ളിലോട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ കളർ ഈ ഒരു ഗോൾഡൻ കളർ വേണ്ട, സിൽവർ കളർ മതിയെന്നുണ്ടെങ്കിൽ സിൽവർ കളർ യൂസ് ചെയ്തും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കലത്തെ ഫ്ലവേഴ്സ് സിൽവർ, ഇടയ്ക്കലത്തെ ഫ്ലവേഴ്സ് ഗോൾഡൻ, അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു പിക്ചറിൽ ഫുള്ള് ചെയ്തേക്കുന്നത് ഗോൾഡൻ കളർ ഫ്ലവേഴ്സാണ്. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ആക്കി എടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഈ കാണുന്ന ലീവ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കളറുകൾ മിക്സ് ചെയ്യണം. ഈ സാപ്പ് ഗ്രീനും ഈ സിൽവറും കൂടി മിക്സ് ചെയ്യുക. ഈ സാപ്പ് ഗ്രീനിൽ നിന്ന് 2 ഡ്രോപ്പ് എടുക്കുക, സിൽവറിൽ നിന്ന് ഒരു 4 ഡ്രോപ്പ് എടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു കളറാണ് നമ്മൾ ലീവ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ സാപ്പ് ഗ്രീൻ ഇല്ല, സിൽവർ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. വേറെ ഗ്രീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രീനിൻ്റെ അകത്തോട്ടും ഈ ഒരു സിൽവർ കളർ കുറച്ച് ആഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. കണ്ടോ? ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഉള്ളിലോട്ടങ്ങ് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, എളുപ്പം ചെയ്തെടുക്കാം. പെയിൻറ്റിങ് ഒന്നും അറിയണമെന്നൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. പിന്നെ നമ്മളിതാ ഇപ്പം അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ലീവ്സിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിരിക്കും, ഒന്നുകൂടി അതൊന്ന് എംബോസ് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കോട്ടിങ് കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം കളറിങ് പാർട്ടെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ 3D കോൺ ഔട്ട്ലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്നതിന് മുമ്പ് ഈ നോസിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നിട്ടിട്ട് അങ്ങ് മാറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് വേണം ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങാൻ. അപ്പോൾ ഈ 3D കോൺ ഔട്ട്ലൈനർ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വീഡിയോസ് നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡ് എംബ്രോയ്ഡറിയുടെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അതേപോലെ ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെയും ഒക്കെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും
ലീവ്സും ഒക്കെ ഈ ഒരു ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഔട്ട്ലൈനർ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെയിൻറ്റ് മാത്രം ഇട്ടാലും മതി. പക്ഷേ പെയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് എഡ്ജസ് ഒക്കെ ഫിനിഷ് ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഏകദേശം നമ്മൾ എല്ലാം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലെല്ലാം സ്റ്റോൺസ് വെച്ച് കൊടുക്കാൻ. ഇതേപോലത്തെ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. എവിടേക്കാണോ വരേണ്ടത് ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഫാബ്രിക് ഗ്ലൂ വെക്കുക. എന്നിട്ട് ഒരു നീഡിൽ എടുത്തിട്ട് ആ നീഡിലിൻ്റെ എൻഡിലും കുറച്ച് ഫാബ്രിക് ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ഓരോ സ്റ്റോൺസും എടുത്തെടുത്ത് വയ്ക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ സ്റ്റോൺസും സീക്വൻസും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സിൽവർ കളറില്ലേ, ആ സിൽവർ കളർ മാത്രം കുറച്ച് ആ സെൻറ്ററിൽ തേച്ച് കൊടുത്താലും ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ സ്റ്റോൺസ് ഒട്ടിച്ചെടുക്കുവാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഏകദേശം ഒരു 20 മിനിറ്റോളം മതി നമുക്ക് ഈ ഒരു മോട്ടീഫ് ചെയ്തെടുക്കാൻ. ഇനി സെൻറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ് അല്ലേ, അപ്പോൾ ഇത് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഇതും ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, വളരെ കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തെടുത്തത്. വളരെ കുറച്ച് സമയം മാത്രം മതി ഏതൊരു ബിഗിനറിനും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ്. ഇതിൽ ഷെയ്ഡിങ്ങും ഒന്നുമില്ല, വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് കൂടുതലും നമുക്ക് ഡാർക്ക് കളർ ഫാബ്രിക്കിൽ ചെയ്യുന്നതായിരിക്കും ഭംഗി. കാരണം ഈ ഒരു ഗോൾഡൻ ഷെയ്ഡും സിൽവർ ഷെയ്ഡും ഒക്കെ ലൈറ്റ് കളർ ഫാബ്രിക്കിൽ വരുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവത്തില്ല കാണാൻ. അതുകൊണ്ട് ഡാർക്ക് കളർ ഫാബ്രിക്കിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഡിസൈൻ നമുക്ക് മെയിൻലി നമ്മുടെ സാരിയുടെയൊക്കെ ബോർഡറിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ചെയ്തെടുക്കാം. ആ സാരിയുടെ മുന്താണിയിൽ 1-2 മോട്ടീവ്സ് ആയിട്ട് വലുതാക്കിയിട്ടും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ചെയ്യാം. പക്ഷേ ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ചെയ്യുമ്പം ഈ ഒരു ഡിസൈൻ്റെ അളവ് കുറച്ച് ചെറുതാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ്റെ ഒരു എൻഡങ്ങ് കട്ടായി പോവും, ഒരു സൈഡിലോട്ടായി പോവും. അതുകൊണ്ട് ഡിസൈൻ ചെയ്യുമ്പം ബ്ലൗസിലാണെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ചുരിദാറിൻ്റെ കുർത്തിയുടെ ഒക്കെ യോഗ് ഭാഗത്ത് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുർത്തിയുടെ ബാക്കിലും ബ്ലൗസിൻ്റെ ബാക്കിൽ ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.